നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ നിർത്തിയത് 6 റൗണ്ടാണ്. അപ്പോൾ ഇനി 7ാമത്തെ റൗണ്ട് മുതൽ 14 റൗണ്ട് വരെ നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ എല്ലാ ചെയിനിലുമാണ് ചെയ്യാനുള്ളത്. അതിനെ യാൺ ഓവർ ചെയ്യുക. ആ ചെറിയൊരു ഹോള് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതാണ്, അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, ഇനി എല്ലാത്തിലും ഇതേപോലെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യണം. യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക്, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക്, യാൺ ഓവർ ചെയ്ത് വലിക്കുക, യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് മാർക്കർ ഇടുക കേട്ടോ. ഓക്കെ, യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക്, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. ഇതേപോലെ എല്ലാ ചെയിനിലും ചെയ്യാം. ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് കേട്ടോ. 1 DC ഓൾ ചെയിൻ. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇനി ഈ ഒരു റൗണ്ട് മൊത്തം ഓരോ DC വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 7ാമത്തെ റോയുടെ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് 2 നൂല് കിട്ടി. ഈ 2ാമത്തെ നൂലിൻ്റെ ഉള്ളിലേക്ക് ഈ ആദ്യത്തെ നൂല് വലിച്ചെടുക്കുക. അപ്പോൾ റൗണ്ട് വന്നത് കണ്ടില്ലേ. ഓക്കെ, ഇനി 8ാമത്തെ റോ വീണ്ടും ചെയ്യാനുള്ളത്. വീണ്ടും ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ചെയിൻ ഹോള് കണ്ടില്ലേ, ആ ഹോളിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക, യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഓക്കെ, വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇനി സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് ഈ ഒരു ഹുക്കിൻ്റെ മുകളിലിടുക. വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക, യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. ഇനി ഈ റൗണ്ട് മൊത്തം ഇതേപോലെ തന്നെയാണ്, ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് കേട്ടോ.
ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ഇപ്പോൾ ഈ റൗണ്ട് വീണ്ടും ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ലാസ്റ്റ് വരെ എത്തിയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഹുക്കിന് മുകളിൽ 2 നൂല്, ആദ്യത്തെ നൂല് രണ്ടാമത്തെ നൂലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. കണ്ടില്ലേ? ഓക്കെ, ഇപ്പം നമ്മുടെ 8 റോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 14 റോയാണ് നമുക്ക് ടോട്ടലുള്ളത്. ഇനി 6 റോയും ഇതേപോലെ തന്നെ എല്ലാത്തിലും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. സെയിം ഇതേ മെത്തേഡ് തന്നെയാണ്. യാൺ ഓവർ ചെയ്യുക, ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ ഇതാ കണ്ട 3 നൂല് യാൺ ഓവർ ചെയ്യുക, 2 നൂല് കളയുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ ഇതാ 2 നൂല്. ഹുക്കിൻ്റെ മുകളിൽ ഇപ്പോൾ 2 നൂല് വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ റൗണ്ട് വീണ്ടും ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ 6 റൗണ്ട് കൂടിയും ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ 14 റൗണ്ട് ചെയ്തിട്ട് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കട്ട് ചെയ്തു. ഇപ്പം എൻ്റെ നൂല് കഴിഞ്ഞ കാരണമാണ് ഞാൻ ഇവിടുന്ന് വേറെ കളർ നൂല് ആക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കട്ട് ചെയ്തതിന് ശേഷം നൂല് വലിച്ചിട്ട് ആ നൂല് നമ്മൾ നീഡിലിൻ്റെ മുകളിൽ ചുറ്റുന്നു. ഇനി ഇതെങ്ങനെ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ആദ്യത്തെ നമ്മളിവിടെ ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, ഈ ഡബിൾ ക്രോഷ്യയുടെ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, വീണ്ടും ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ 2-3 വട്ടം നീഡിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോവുക. കണ്ടില്ലേ? അതിന് ശേഷം ഈ നീഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിക്കുക. കണ്ടില്ലേ നൂലുകൾ ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത്? ഇപ്പോൾ ഈ നൂല് ഹൈഡായി. ഇനി ബാക്കിയുള്ള ഈ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ നൂല് ഹൈഡായി. ഇപ്പോൾ റൗണ്ട് കണ്ടില്ലേ? ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻ ചെയ്യാൻ അടുത്ത നൂല് എടുക്കാം കേട്ടോ. ഇനി ഇത് ചീത്ത ഭാഗമാണ്. ഇത് ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഉള്ളിലേക്ക് നമ്മളാക്കി കൊടുത്തു. അതിന് ശേഷം ഇനി ചെയ്യേണ്ടത് നമ്മുടെ നല്ല ഭാഗത്താണ് കേട്ടോ. അപ്പം ഞാൻ പുതിയ കളർ നൂല് ജോയിൻ ചെയ്യാണ്. അതിനാദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ആ ഹുക്കിൻ്റെ മേളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഈ നൂല് ഇനി നമ്മൾ ചെയ്യുന്നത് നല്ല ഭാഗത്താണ് കേട്ടോ. നല്ല ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഹുക്കിട്ടു. അതിന് ശേഷം ഈ നൂല് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ച് അതിന് ശേഷം ഞാൻ ഒരു ചെയിൻ ഇട്ടു, ഇതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളൊന്ന് വർക്ക് തിരിച്ച് പിടിക്കുക. വർക്ക് തിരിച്ച് പിടിച്ചാലാണ് നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ചെയിനാണില്ല, ഇവിടെ ഇനി 2 ചെയിൻ കൂടി ഇടണം കേട്ടോ. ടോട്ടൽ 3 ചെയിനാണ്. റോ 15ാമത്തെ റോയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ 3 ചെയിൻ ഇട്ടു. 3 ചെയിൻ ഇട്ടതിന് ശേഷം ഇനി അടുത്ത ചെയിൻ സ്കിപ്പ്, അതിൻ്റെ തൊട്ട ചെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, ആ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഈ ചെയിനില്ലേ, അതിൻ്റെ ഉള്ളിലാണ് പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്തിട്ട് ഈ സ്കിപ്പ് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 നൂല് കളയുക, യാൺ ഓവർ ചെയ്യുക, 2 നൂല് കളയുക. ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് ചെയിന് വീണ്ടും വീണ്ടും ഈ ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക. ഇനി സ്കിപ്പ് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിൽ വീണ്ടും
യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. അവിടെ ഒരു ഇൻഡു മാർക്ക് പോലെ ക്രോസ് സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. വീണ്ടും യാൺ ഓവർ, ഈ ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇട്ടിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും യാൺ ഓവർ, ഇനി സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇട്ടിട്ട് യാൺ ഓവർ ചെയ്യുക. കാണാല്ലേ? യാൺ ഓവർ, ഈ ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ ചെയ്ത് 2 എണ്ണം കളയുക. യാൺ ഓവർ ചെയ്ത് 2 എണ്ണം കളയുക. ഇനി യാൺ ഓവർ ചെയ്യുക. ഈ സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ ചെയ്യുക. 2 എണ്ണം കളയുക. 2 എണ്ണം കളയുക. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്. നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും യാൺ ഓവർ, ഈ സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതേ മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഈ റോ കംപ്ലീറ്റ് ആവണ വരെ ഡബിൾ ക്രോഷ്യ ചെയ്തു. യാൺ ഓവർ, സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ, ഒരു ചെയിൻ സ്കിപ്പ്. നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ. വീണ്ടും യാൺ ഓവർ, സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഒരു ചെയിൻ സ്കിപ്പ്. നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി യാൺ ഓവർ, സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനത് അവിടെ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു കേട്ടോ. ഇനി അടുത്ത റോ എന്ന് പറയുന്നത് 16ാമത്തെ റോ എന്ന് പറയുമ്പോൾ 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടതിന് ശേഷം എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാം. അതായത് ഇവിടെ 3 ചെയിൻ ഇട്ടു, സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ഈ 3 ചെയിൻ ഇട്ടത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ആ സെയിം ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 2 എണ്ണമായി. ഇനി നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. 1 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. ഓരോ ചെയിനിലും ഇതേപോലെ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പുറത്തേക്ക് വിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. 2 എണ്ണം ചെയ്തു. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. രണ്ടെണ്ണം ചെയ്തു. അങ്ങനെ എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം കേട്ടോ. 1 2, അതേപോലെ നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. കാണാല്ലേ? ഇതേപോലെ എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു. രണ്ട് ഇങ്ങനെ ആ റൗണ്ട് മൊത്തം ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 17ാമത്തെ റൗണ്ടും കഴിഞ്ഞു. ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, യാൺ ഓവർ ചെയ്തിട്ട്
ഹുക്കിലോട്ട് വലിച്ചു. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാണ്. ഞാൻ ആ വൈറ്റ് കളർ നൂല് ജസ്റ്റ് മാറ്റി വെച്ചു. ഇനി കുറച്ച് യെല്ലോ കളറിൻ്റെ നൂല് കൂടെ ഉണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഇനി സിംഗിൾ ക്രോഷ്യ ബോർഡർ കൊടുക്കാൻ പോണത് കേട്ടോ. ലാസ്റ്റ് റൗണ്ടാണ് കേട്ടോ ഇനി ചെയ്യാൻ പോണത്. ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. നമ്മളിവിടെയാണ് ലാസ്റ്റ് നിർത്തി വെച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ ഈ നൂലൊന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് തുന്നണതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇതാ ഹുക്കിട്ടു, പുതിയ നൂല് ഏടാക്കി. പുതിയ നൂല് ഏടാക്കിയിട്ടാ. ഓക്കെ, ജസ്റ്റ് നമുക്ക് 2 ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് അവിടെ ജസ്റ്റ് സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ്. ഈ നൂല് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കെട്ടുക. ഈ ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇനി എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതിനെ ഹുക്കിൽ നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, 2 നൂല് യാൺ ഓവർ ചെയ്ത് വലിക്കുക. ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 2 നൂല് യാൺ ഓവർ ചെയ്യുക. 2 നൂല് കഴിഞ്ഞ് യാൺ ഓവർ ചെയ്യുക. അങ്ങനെ എല്ലാ ചെയിൻ്റെ മുകളിലും ചെയ്യാം കേട്ടോ. സിംഗിൾ ക്രോഷ്യയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വരെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് റോയിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. എന്നിട്ട് ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. അതിനുശേഷം കട്ട് ചെയ്യുക, ഇത് പുറത്തേക്ക് വലിക്കുക. ഓക്കെ, ചെറിയൊരു ഭാഗത്ത് മാത്രം ഞാൻ കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നൂല് കഴിഞ്ഞു പോയി. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം കേട്ടോ. നൂല് സേഫ്റ്റി നീഡിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ.